ഹലോ. അദാനി പവറിനെ ഫേവർ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരിക്കുകയാണ്. നമുക്കിന്ന് അതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്താലോ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദാനി പവർ ലിമിറ്റഡിന് കസ്റ്റംസ് തീരുവയുമായി ബന്ധപ്പെട്ട് ഒരു ഇളവ് നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇവിടെ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിന്ന് ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിലോട്ട് ഈ പറയുന്ന പവർ സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കസ്റ്റംസ് ഈടാക്കരുതെന്നാണ് സുപ്രീം കോടതി ഇവിടെ പറഞ്ഞത്. അതായത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഈടാക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നാണ് ഇവിടെ കോടതി വ്യക്തമാക്കിയത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 തന്നെ ഗുജറാത്തിലെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഈടാക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ്. എന്നാൽ പിന്നീട് വന്ന പല വിജ്ഞാപനങ്ങളിലൂടെ നികുതിയുടെ എമൗണ്ട് മാറിയെങ്കിലും ഈ പറയുന്ന അതായത് ഒരു ഹൈക്കോടതി എടുത്ത വിധിയെ ഒരു ആയി കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഇവിടെ കോടതി പ്രത്യേകമായി പറഞ്ഞത്. അങ്ങനെ നിയമപരമല്ലാത്ത രീതിയിൽ അദാനി പവറിൽ നിന്ന് ഈടാക്കിയ പണം 8 ആഴ്ചയ്ക്കുള്ളിൽ ഇവർക്ക് തിരികെ നൽകണമെന്നാണ് ഇവിടെ കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത് വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മേൽക്കോടതിയിലോട്ട് അതായത് സുപ്രീം കോടതിയിലോട്ട് അപ്പീൽ പോയതിന്റെ ഭാഗമായിട്ടാണ്. അതായത് വ്യക്തമായ നിയമങ്ങളില്ലാതെ ജനങ്ങളിൽ നിന്നോ കമ്പനികളിൽ നിന്നോ സർക്കാരിന് ഇത്തരത്തിൽ നികുതി പിരിക്കാനുള്ള അധികാരമില്ലെന്നല്ലേ ഈ ഒരു നിയമത്തിലൂടെ വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ തലപ്പത്തിരിക്കുന്നവർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും കൂടെ ഈ നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു. എനിവേ കൂൾ ഗുരു, ശുക്രിയ.